രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ ജയദേവ കവിയുടെ അസാധാരണമായ പ്രണയ കഥകൾ നിറഞ്ഞ, നിങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ജീവിത കഥകളിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, പ്ലേലിസ്റ്റ് ഉണ്ട്, അതിനകത്തുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിന്റെ ക്ലാസ്, ചൊവ്വാഴ്ച 12 മണിക്ക് പിന്നെ കൃഷ്ണന്റെ സർവസ്വവുമായ രാധാറാണിയുടെ ജീവിതകഥ ജനനം മുതൽ മരണം വരെയുള്ളത് അവതരിപ്പിക്കുന്നു. ബുധനാഴ്ച ഭജഗോവിന്ദത്തിന്റെ ക്ലാസ് കേൾക്കണം. വ്യാഴാഴ്ചയാണ് ജയദേവൻ്റെത്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ കൊല്ലത്താണ്, നിങ്ങൾക്ക് വരാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യമുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുമില്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നെ 9645333999 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിലുണ്ട്, കേൾക്കുക. ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും എന്നെ ഞാനിപ്പോൾ പറഞ്ഞ ഇതേ നമ്പറിൽ എന്നെ വിളിച്ചാൽ മതി. അതേ കണക്ക് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തിട്ട് അഷ്ടാവക്ര ഗീത കേൾക്കണം. ഒരു ഹിന്ദു അഷ്ടാവക്ര ഗീത കേൾക്കാതെ പോകരുത്. അതേ കണക്ക് തന്നെ നിങ്ങൾ രാധികാ കവചം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രാധികാ കവചത്തിന്റെ ക്ലാസ് നിങ്ങൾ കേട്ടിട്ട് അർത്ഥം അറിഞ്ഞ് രാധികാ കവചം ചൊല്ലിയതിന് ശേഷമേ രാധാ സഹസ്രനാമം ചൊല്ലാവൂ. എന്നാലേ പൂർണ്ണ ഫലം കിട്ടത്തുള്ളൂ. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. അതേ കണക്ക് തന്നെ നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെ കുറിച്ചുണ്ട്, ഭക്തമീരയെ കുറിച്ചുണ്ട്, ശ്രീബുദ്ധന്റെ ജീവിത കഥയുണ്ട്, നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ എന്നും രാവിലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മോർണിംഗ് മെസ്സേജ് കിട്ടും. അപ്പം നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ അപകടങ്ങളിൽ നിന്നും അപകടങ്ങൾ ഒന്നും വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്.
അപ്പൊ നമുക്ക് ആരംഭിക്കാം. ജയദേവ കവിയുടെ ജീവിതകഥ. ജയദേവ കവി പ്രാചി എന്ന ആ യുവതിയുമായി യുവതിയില്ല, കുട്ടിയാണ്, അതിഭയങ്കരമായ പ്രണയത്തിലേക്ക് വഴുതി വീണിരിക്കുകയാണ് പ്രാച്ചിയും ജയദേവനും. ജയദേവനും പ്രാച്ചിയും. ജയദേവന്റെ ഹൃദയം നിറയെ പ്രാച്ചിയാണ്. അതുപോലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഠിന കൃഷ്ണഭക്തനായ ഞാൻ, കൃഷ്ണന്റെ അമ്പലത്തിലല്ലാതെ എവിടെയും പോയിട്ടില്ലാത്ത ഞാൻ എങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്. അതൊരു സാധാരണ വീഡിയോ അല്ല, അത് വിശുദ്ധ വീഡിയോ ആണ്. അത് കേൾക്കുന്നതോടുകൂടി നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. നിങ്ങളത് കേൾക്കണം. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ 9645333999 ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എന്നെ വിളിച്ചാൽ മതി. അങ്ങനെ പ്രാചി ജയദേവന്റെ ഒരു ദൗർബല്യമായി മാറി. എന്നും രാവിലെ എഴുന്നേക്കും, പ്രാച്ചിക്ക് വേണ്ടി ഏറ്റവും നല്ല പൂക്കൾ ശേഖരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വേഗം വീട്ടിലിരുന്ന് പൂജകളൊക്കെ നടത്തി ഭഗവാനെയൊക്കെ അങ്ങ് പ്രാർത്ഥിക്കും. പിന്നെ ഉപനയനം കിട്ടുന്നവര് കുറെ നാള് മറ്റു ബ്രാഹ്മണന്റെ വീടുകളിലും മറ്റും ഭിക്ഷയ്ക്ക് പോകും. അങ്ങനെ ഭിക്ഷയ്ക്ക് പോയി കിട്ടുന്ന അന്നം കൊണ്ടുവന്ന് താൻ ഇപ്പം നിൽക്കുന്ന പിതാവിന്റെ സുഹൃത്തിന്റെ വീട്ടിലാണല്ലോ നിൽക്കുന്നത്, കാകിക്ക് കയ്യിൽ കൊണ്ടുവന്നത് കൊടുക്കും. എന്നിട്ട് എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തും. എന്നിട്ട് ഓടി ആരുടെ അടുത്ത് പോകും? തൻ്റെ പ്രിയപ്പെട്ട പ്രാച്ചിയുടെ അടുത്ത് പോകും. എന്നിട്ട് അവിടെ ഒരു ആൽമരമുണ്ട്. ആ ആൽമരത്തിന്റെ ചുവട്ടിലാണ് അവരുടെ പ്രണയ സല്ലാപം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രാച്ചിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പ്രാച്ചി, ഇന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ പ്രാച്ചി ചോദിച്ചു, എന്താണ് ഇന്നത്തെ പ്രത്യേകത? ഇന്നെന്റെ ജന്മദിനമാണ് പ്രാച്ചി. പ്രാച്ചിയുടെ കണ്ണുകൾ വിടർന്നു, കുഞ്ഞി കണ്ണുകൾ വിടർന്നു. എന്ത് മനോഹാരിതയാണതിന്, എന്ത് മനോഹാരിത. അപ്പോൾ പറഞ്ഞു, ജന്മദിനമായിട്ട് എന്താണ്? അപ്പൊ പറഞ്ഞു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അടയും കാർഗിയും എനിക്ക് ഉണ്ടാക്കി തന്നു. ഞാനത് കഴിച്ചു കേട്ടോ, നന്നായിട്ട് കഴിച്ചു. അപ്പോൾ ചോദിച്ചു, ഇപ്പൊ എത്ര വയസ്സായി? അപ്പൊ ജയദേവൻ പറഞ്ഞു, എനിക്കിപ്പോ 13 വയസ്സായി. അപ്പോൾ പ്രാച്ചിയോട് ചോദിച്ചു, നിനക്കെത്ര വയസ്സായി? അപ്പൊ പ്രാച്ചി പറഞ്ഞു, എനിക്ക് 12 വയസ്സായി ജയദേവ. എന്നിട്ട് പറഞ്ഞു, ജയദേവ, നീ എത്ര സുന്ദരനാണ്. നിന്റെ മനസ്സും നിന്റെ ശരീരവും ഒരുപോലെ സുന്ദരനാണ്. ജയദേവൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അപ്പൊ പ്രാച്ചി പറഞ്ഞു, ആട്ടെ, എനിക്ക് ഇന്നത്തെ ദിവസം ജന്മദിനമായിട്ട് എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? അപ്പൊ ജയദേവൻ താൻ കൊണ്ടുവന്ന ആ സഞ്ചിക്കകത്ത് ഒളിപ്പിച്ചു വച്ചിരുന്ന ഏതെടുത്തു? തൻ്റെ അട, തനിക്ക് പ്രിയപ്പെട്ട അടയും കാർക്കിയും എടുത്തു. കാർക്കി ഒരു പായസം പോലുള്ള ഒരു സാധനമാണ്, ശർക്കരയൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ സന്തോഷത്തോടു കൂടി അത് കഴിച്ചു. എന്നിട്ട് ജയദേവൻ അല്പം സിന്ദൂരം കൊണ്ടുവന്നൊരു ചെപ്പ്, ആ സിന്ദൂരം എടുത്ത് പ്രാച്ചിയുടെ നെറ്റിയിൽ ഇങ്ങനെ തൊട്ടുകൊടുത്തു. പ്രാച്ചിയുടെ കണ്ണുകൾ വിടർന്നു. എന്നിട്ട് പ്രാച്ചി ചോദിച്ചു, ജയദേവ, ഞാൻ എന്ത് സമ്മാനമാണ് തരേണ്ടത്? അപ്പോൾ ജയദേവൻ പറഞ്ഞു, നീ എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കും. നീ എന്ത് സമ്മാനം തന്നാലും സ്വീകരിക്കും. നിന്റെ സ്നേഹത്തെക്കാൾ വലിയ സമ്മാനം എന്താണ്? എന്നാലും ഇന്ന് എൻ്റെ ജയദേവന്റെ ജന്മദിനമല്ലേ, കണ്ണുകൾ അടയ്ക്കാൻ പറഞ്ഞു. അപ്പൊ ജയദേവൻ കണ്ണുകൾ ഇങ്ങനെ അടച്ചു. അപ്പോൾ ജയദേവന് തൻ്റെ കവിളിൽ നല്ല തണുപ്പ് അനുഭവപ്പെട്ടു. ജയദേവന് മനസ്സിലായി, പ്രാച്ചി തൻ്റെ മുഖം കൈകൊണ്ട് കോരിയെടുക്കുകയാണ്. അപ്പോൾ അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ നെറ്റിയിൽ ഒരു തണുപ്പ്. പ്രാച്ചിയുടെ ചുണ്ടുകൾ അമരുകയാണ്, പ്രാച്ചിയുടെ ചുണ്ടുകൾ അമരുകയാണ്. ദീർഘമായ ഒരു ചുംബനം, ദീർഘമായ ഒരു ചുംബനം. അതെ, ആ ചുംബനത്തിൽ താൻ ഒരു സമാധി അവസ്ഥയിൽ എത്തിയതുപോലെയാണ് ജയദേവന് തോന്നിയത്. എന്നിട്ട് പറഞ്ഞു, ജയദേവ, ഇനി കണ്ണുകൾ തുറക്കൂ. ജയദേവൻ കണ്ണു തുറന്നപ്പോൾ പ്രാച്ചി ആ ചുണ്ടുകൾ വീണ്ടും ആ നെറ്റിയിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു. പ്രാച്ചിയുടെ തലമുടി ജയദേവൻ മാടി ഒതുക്കി. എന്നിട്ട് പ്രാച്ചി ചോദിച്ചു, സന്തോഷമായോ? അപ്പൊ ജയദേവൻ
ജയദേവൻ പറഞ്ഞു, സന്തോഷമായി, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ജന്മദിന സമ്മാനമാണിത്. അന്നേരം ജയദേവൻ ചോദിച്ചു, പ്രാചി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ വീട് എവിടാണ് പ്രാചി? ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല. നീ എവിടാണ് താമസിക്കുന്നത്? നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആദ്യം ജയദേവ നിന്റെ കഥ പറ, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പോൾ പറഞ്ഞു, എൻ്റെ അമ്മ മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി, അച്ഛൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായ രത്നാകാകിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ഉടനെ പ്രാച്ചി പുഞ്ചിരിച്ചു. അപ്പോൾ വീണ്ടും ചോദിച്ചു, പറയൂ പ്രാച്ചി, എന്താണ് നിന്റെ വീട് എവിടെയാണ്? നീ എവിടാണ് താമസിക്കുന്നത്? അപ്പൊ പ്രാച്ചി പുഞ്ചിരിച്ചുകൊണ്ട് ആ നദിയിലേക്ക്, തൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന നദിയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ദേ ഇതിൻ്റെ അടിത്തട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ജയദേവൻ പറഞ്ഞു, തമാശ പറയാതെ പ്രാച്ചി. അപ്പോൾ പ്രാച്ചി പറഞ്ഞു, തമാശയല്ല ജയദേവ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ നദിയുടെ ദേവതയുടെ മകളാണ് ഞാൻ. ഈ നദിയുടെ ദേവതയുടെ മകളാണ് ഞാൻ. അപ്പോൾ പറഞ്ഞു, നദിയുടെ ദേവതയുടെ മകളോ? അതെ, ഈ നദി, ഓരോ നദിക്കും ഒരു ദേവതയുണ്ട് ജയദേവ. ഈ നദിയുടെ ദേവതയുടെ മകളാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഈ നദിയുടെ ദേവത ഇപ്പോൾ ഞാൻ തന്നെയാണ്. അപ്പോൾ പറഞ്ഞു, അതെങ്ങനെ? നദിയുടെ ദേവതയുടെ മകളാണ്, പക്ഷെ നീ തന്നെയാണ് ഏതെന്ന് പറയുന്നത് ഈ നദിയുടെ ദേവത? അപ്പോൾ പറഞ്ഞു, അതങ്ങനെയാണ് ജയദേവ. ഞങ്ങളുടെ ഇടയിൽ ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? മകളായ ഞാൻ തന്നെയാണ് ഇതിൻ്റെ ദേവത. ഇത് മുഴുവനും നോക്കുന്നത് ഞാൻ തന്നെയാണ്. ജയദേവൻ എന്നിട്ടും ഒരു വിശ്വാസം വന്നില്ല. അപ്പോൾ പ്രാചി പറഞ്ഞു, നോക്കൂ ജയദേവ, ഞാൻ ഒരു ദിവസം ഗാഠനിദ്രയിലായിരുന്നു. അങ്ങനെ ഗാഠനിദ്രയിലായിരുന്നപ്പോൾ എൻ്റെ മുന്നിൽ സാക്ഷാൽ രാധാകൃഷ്ണന്മാർ വന്നു. രാധാകൃഷ്ണന്മാർ വന്നിട്ട് എന്നോട് പറഞ്ഞു, പ്രാചി, ജയദേവൻ ഇവിടെ ജനിച്ചു കഴിഞ്ഞു, ജയദേവൻ വളർന്നു കഴിഞ്ഞു. നീ ജയദേവന്റെ അടുക്കലേക്ക് ചെല്ലണം. പ്രണയം എന്തെന്ന് ജയദേവൻ അറിയണം. അവനെ ഞങ്ങളൊരു വലിയ ദൗത്യം ഏൽപ്പിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി മാത്രമാണ് അവൻ ഭൂമിയിലേക്ക് വന്നത്, അവന് ജന്മം കൊടുത്തത്. പക്ഷെ അത് എഴുതണമെങ്കിൽ ആദ്യം അവൻ്റെ ഹൃദയത്തിൽ അസാധാരണമായ പ്രണയമുണ്ടാകണം. പ്രാചി, അവനെ വിശുദ്ധമായ പ്രണയത്തിൻ്റെ ഉന്നതിയിലെത്തിക്കുക എന്നതാണ് നിന്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ പ്രാചി പറഞ്ഞു, അതെയോ, അങ്ങനെയെങ്കിൽ സന്തോഷത്തോടുകൂടി ഞാൻ നിർവഹിക്കാം. ഇതെല്ലാം ഒരു മയക്കത്തിലായിരുന്നു. ഉണർന്നു കഴിഞ്ഞപ്പോൾ എനിക്കിത് സത്യമാണോ അതോ സ്വപ്നമാണോ എന്നറിയാൻ വയ്യാതായി. അപ്പോൾ ഞാൻ എൻ്റെ മാതാവിനെ സമീപിച്ചു. അപ്പോൾ മാതാവ് പറഞ്ഞു, നോക്കൂ മകളെ, സത്യമാണ്, നോക്കൂ, ഞാൻ തന്നെയാണ് നീ. നിന്റെ കുഞ്ഞു രൂപം ഞാൻ പ്രാപിച്ചതാണ്. ഇതുവരെയും നീ എൻ്റെ മകളാണെന്ന് പറഞ്ഞു. 10 വയസ്സാകുമ്പോൾ നീയാണ് ഈ നദിയുടെ അധിപതിയെന്നും ഞാൻ പറഞ്ഞു. പക്ഷേ മകളെ, നീ ഞാൻ തന്നെയാണ്. ഈ ഒരു സന്ദർഭം വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നിൽ വന്നത്. ഇതാ എൻ്റെ അടുത്ത പൂർണ്ണ ശക്തിയും കൂടെ ഞാൻ നിന്നിൽ ലയിപ്പിക്കുന്നു. ആ നിമിഷം എൻ്റെ മാതാവില്ലാതായി. എൻ്റെ മാതാവിൻ്റെ ശക്തി മുഴുവനും എന്നിലേക്ക് വന്നു. അതെ, എൻ്റെ മാതാവ് തന്നെ ഒരു കുഞ്ഞായി രൂപം പൂണ്ടത് തന്നെയായിരുന്നു. ഈ ദൗത്യം, ഈ സ്വപ്നം കാണുന്ന നിമിഷം മാതാവിൻ്റെ ഊർജം മുഴുവനും എന്നിൽ ലയിപ്പിച്ച് ഞാനായി മാറുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നദിയുടെ ദേവത ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് ജയദേവ. നീയുമായി പ്രണയത്തിലാകാനാണ്. അപ്പൊ ജയദേവൻ ചോദിച്ചു, എന്താണ് എന്നെ ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യം എന്ന് പറയുന്നത്? അപ്പോൾ പറഞ്ഞു, അതെനിക്കറിയില്ല ജയദേവ, അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ
രാധാകൃഷ്ണന്മാര് എന്തോ തീരുമാനിച്ചിട്ടുണ്ട്, അസാധാരണമായ ഒരു ദൗത്യം. പക്ഷെ അതിന് അട്ടിമുട്ടി നീ ആദ്യം പ്രണയത്തിൽ മുങ്ങി നിൽക്കണമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. അതുകൊണ്ടാണ് എന്നെ കണ്ട നിമിഷം നിനക്ക് പ്രണയത്തിൽ വന്നത്. ജയദേവ, നിന്നെ പ്രണയം പഠിപ്പിക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ ശരിക്കും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ജയദേവ, ശരിക്കും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ജയദേവ. എനിക്കിപ്പം നീ ഇല്ലാതെ പറ്റില്ല. ജയദേവന് ഇത് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജയദേവൻ വീണ്ടും ചോദിച്ചു, പ്രാച്ചി, നീ എന്നെ പറ്റിക്കുകയാണോ? നീ എന്നെ കളിപ്പിക്കുകയാണോ പ്രാച്ചി? നിന്റെ വീട് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും, നീ ഒരു കള്ളക്കഥ ഉണ്ടാക്കുകയല്ലേ? അപ്പോൾ പ്രാച്ചി പറഞ്ഞു, ഒരു നിമിഷം ജയദേവ, ഒരു നിമിഷം നീ നോക്കി നിൽക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രാച്ചി നടന്നു. പ്രാച്ചി എന്നപ്പോ 12 വയസ്സുകാരി നടന്നു. നടന്ന് ആ നദിയിലേക്ക് ഇറങ്ങി അടുത്ത നിമിഷം കാണുന്നത് ആ കുട്ടി വളർന്ന് ഒരപ്സര സ്ത്രീയായി, അസാമാന്യ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഒരു നിമിഷം കൊണ്ട് അത് നദിയിൽ താന്നുപോയി. അപ്പോൾ ജയദേവൻ പറഞ്ഞു, പ്രാച്ചി, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. എവിടെ പ്രാച്ചി? വരൂ പ്രാച്ചി. അപ്പോൾ പറഞ്ഞു, ജയദേവ, നീ എന്നെ ഒരു നിമിഷം അവിശ്വസിച്ചു, ഞാൻ പറഞ്ഞ വാക്കുകൾ അവിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ വരില്ല. അപ്പോൾ പറഞ്ഞു, പ്രാച്ചി, എന്നോട് ക്ഷമിക്കൂ പ്രാച്ചി, ഞാൻ ഒരു സാധാരണ മനുഷ്യൻ, ജലദേവത വന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും പ്രാച്ചി? അപ്പോൾ പറഞ്ഞു, ഇല്ല ജയദേവ, ഞാൻ വരില്ല. അപ്പോൾ ജയദേവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ജയദേവൻ ഈ ഭൂമിയിലില്ല പ്രാച്ചി. ജയദേവൻ നടന്ന് ആ നദിയിലേക്ക് ഇറങ്ങി. കഴുത്തറ്റം വെള്ളമായി. അല്പം കഴിഞ്ഞപ്പോൾ പൂർണ്ണമായും ജയദേവൻ ആ വെള്ളത്തിൽ താണു. നിമിഷങ്ങൾക്കുള്ളിൽ പ്രാച്ചി ജയദേവനെ താങ്ങിയെടുത്ത കരയിലേക്ക് വന്നു. അപ്പോൾ പറഞ്ഞു, ജയദേവ, നിന്നെ ഞാൻ പരീക്ഷിക്കുകയായിരുന്നു. അതെ, ഇപ്പോൾ ഞാൻ പറയുന്നു, നമ്മൾ രണ്ടുപേരും പ്രണയത്തിലാണ്. എനിക്ക് നിന്നെ വേണം ജയദേവ, നിന്റെ ഈ സ്നേഹം എനിക്ക് വേണം ജയദേവ. നിന്നെ എന്തിനാണ് സ്നേഹം പഠിപ്പിക്കുന്നത്? നീ തന്നെ സ്നേഹമാണ് ജയദേവ. അതുകൊണ്ടാണ് നീ നദിയിലേക്ക് ഇറങ്ങി നിന്റെ ജീവൻ കളയാൻ പോലും നീ തയ്യാറായത്. അപ്പോൾ ജയദേവന് വിശ്വാസമായി, ജയദേവന് സന്തോഷമായി. അപ്പോൾ പറഞ്ഞു, ജയദേവ, നേരം ഇരുട്ടി വരുന്നു, നീ പൊയ്ക്കൊള്ളൂ. നാളെ വരണം ജയദേവ, ഞാൻ കാത്തിരിക്കും, ഞാൻ നിന്നെയും കാത്തിരിക്കും. ജയദേവൻ പറഞ്ഞു, ഞാൻ വരും. ജയദേവൻ നടന്നു പോവുകയാണ്. അതിങ്ങനെ പ്രാച്ചി നോക്കി നിന്നു. അതിനുശേഷം ആ പ്രാച്ചി നദിയിലേക്ക് ഇറങ്ങി എന്ന് ലയിച്ചു. ജയദേവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവമേ, ഇത് എന്തൊരു ഭാഗ്യവാനാണ് ഞാൻ സ്നേഹിക്കുന്നത് ആരെയാണ്? മനുഷ്യ സ്ത്രീയല്ലേ? ആരെയാണ് ഞാൻ സ്നേഹിക്കുന്നത്? അപ്സരസിനെയോ? ജന്മജന്മാന്തരങ്ങളിൽ അത്രയും പുണ്യം തന്നിട്ടുണ്ടോ? കൃഷ്ണനും രാധയും എന്ത് ദൗത്യമാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വെച്ചിരിക്കുന്നത്? ഇങ്ങനെ ചിന്തിച്ചു പോയി. അന്നത്തെ ദിവസം ഉറങ്ങാനേ പറ്റിയില്ല ജയദേവന്. അടുത്ത ദിവസം ജയദേവൻ നേരത്തെ പോരുന്നു. അപ്പോൾ പ്രാച്ചിയെ കണ്ടിട്ട് പറഞ്ഞു, പ്രാച്ചി, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ വയ്യ. അപ്പോൾ പ്രാച്ചി അല്പനേരം ജയദേവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഇരുന്നിട്ട് പറഞ്ഞു, ജയദേവ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? അപ്പൊ ജയദേവൻ പറഞ്ഞു, ചോദിച്ചുകൊള്ളൂ. നീ ഒരു ദിവസം ഈ ഗ്രാമം വിട്ടു പോകില്ലേ? ജയദേവൻ ഒന്ന് നടുങ്ങി. അപ്പോൾ പറഞ്ഞു, പോകില്ലേ ജയദേവ? ജയദേവൻ അല്പനേരം ആലോചിച്ചു. അതെ, നമുക്ക് വേദങ്ങളും മറ്റും അഭ്യസിക്കാനും പല കാര്യത്തിനുമായിട്ടും തീർത്ഥാടനത്തിനായിട്ടും പോകേണ്ടി വരും. എനിക്ക് പോകേണ്ടി വരും പ്രാച്ചി, എനിക്ക് പോകേണ്ടി വരും. അങ്ങനെ പല ആൾക്കാരെ കാണണം. അതൊക്കെ എനിക്ക് ഇഷ്ടവുമാണ്, അതെല്ലാം എനിക്ക് ഇഷ്ടവുമാണ്. പക്ഷേ നിന്നെ വിട്ടുപോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല
പ്രാച്ചി പറഞ്ഞു, ഒന്നും വിഷമിക്കണ്ട, നീ പോകണം, നീ പല പല സ്ഥലങ്ങളിൽ പോകണം, പല പല ആൾക്കാരെയും നീ കാണണം. പ്രാച്ചി നിന്നോടൊപ്പം ഉണ്ടായിരിക്കും ജയദേവ. എന്നെ വിട്ട് ഇനി നിനക്കൊരു ജീവിതമില്ല, നിന്നെ വിട്ട് എനിക്കും ഒരു ജീവിതമില്ല ജയദേവ. ആ സമയത്ത് ജയദേവൻ ചോദിച്ചു, പ്രാചി, നീ നിന്റെ കഥ മുഴുവനുമായിട്ട് ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പൊ പ്രാച്ചി പറഞ്ഞു, ഞാനത് പറയാം ജയദേവ. സത്യയുഗം മുതൽ ഞാൻ ഇവിടെ ഉണ്ട്. ഗംഗാനദി ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പേ ഞാൻ ഈ ഭൂമിയിലുണ്ട്. ഈ സ്ഥലത്തിന്റെ പേര് നൈമിഷാരണ്യം എന്നാണ്. ഭയങ്കരമായ വീതിയുള്ള സ്ഥലമായതുകൊണ്ട് ഇതിനെ ബൃഹദാരണ്യം എന്ന് പറയും. ഇത്രയും മനോഹരമായ ഒരു സ്ഥലം എവിടെയുമില്ല. ഒരിക്കൽ ഇവിടെ വച്ച് ഋഷിമാരൊരു യാഗം നടത്താൻ തീരുമാനിച്ചു. ആ യാഗം നയിക്കുന്നത് നാരദനാണ്. അവര് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും ഒക്കെ ക്ഷണിച്ചു. മഹാദേവനാകട്ടെ പാർവതി ദേവിയെയും കൂടെ ചേർത്താണ് ഇവിടെ എത്തിയത്. ഈ സ്ഥലം അത്രയ്ക്ക് മനോഹരമാണ്. യാഗം നടന്നു. യാഗം ഒരു വൻ വിജയമായിരുന്നു. മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുഴുവനും മുഖരിതമായി. യാഗത്തിന് ശേഷം എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പിരിഞ്ഞുപോയി. ആ സമയത്ത് പാർവതി ദേവിക്ക് ഈ സ്ഥലം വിട്ടുപോകാൻ അല്പം പോലും മനസ്സുണ്ടായില്ല. അപ്പൊ പാർവതി ദേവി ശിവനോട് പറഞ്ഞു, നമുക്ക് കുറച്ചു നാളും കൂടെ ഇവിടെ കഴിയണം, നമുക്ക് കുറച്ചു നാളും കൂടെ ഇവിടെ കഴിയണം. ശിവഭഗവാൻ സമ്മതിച്ചു. അവരാനന്ദിച്ച് തിമിർത്തങ്ങനെ കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിന്റെ ഊർജത്തിന്റെ ഒരംശം ഭൂമിയിലേക്ക് പതിച്ചു. അതിന്റെ ഒരു തുള്ളി തെറിച്ച് ശിവന്റെ ദേഹത്തും വീണു. അപ്പൊ ശിവഭഗവാൻ ഉടനെ വീരഭദ്രനെ വിട്ടു. വീരഭദ്രനെ വിട്ടിട്ട് ബ്രഹ്മദേവനെ വരുത്തിയിട്ട് ശുദ്ധീകരിക്കാൻ പറഞ്ഞു. ബ്രഹ്മദേവൻ തന്റെ കമണ്ഡലൂലെ ജലമെടുത്ത് ശിവന്റെ ദേഹത്ത് തളിച്ച് ശുദ്ധീകരിച്ചു. ഈ ഊർജം വീണ സ്ഥലത്തും എന്ത് ചെയ്തു? ശുദ്ധീകരണം നടത്തി. അതിനുശേഷം ശിവഭഗവാനും പാർവതീ ദേവിയും കൈലാസത്തിലേക്ക് തിരിച്ചുപോയി. ജയദേവ, ജയദേവൻ ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ്. പക്ഷേ ജയദേവ, ഈ വീണ ഊർജം ഒരു അഗ്നിയായി പടർന്നു. അത് പ്രപഞ്ചം മുഴുവൻ പടർന്നു. ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലും പരന്നു. മനുഷ്യരും ദൈവവും അസുരന്മാരും മനുഷ്യരും പക്ഷികളും ചെടികളും മൃഗങ്ങളും എല്ലാവരും വിഷമിച്ചു. അവരെല്ലാവരും കൂടെ ചെന്ന് ബ്രഹ്മാവിനെ കണ്ടു. ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു. അങ്ങനെ ബ്രഹ്മാവ് ഗംഗയുടെ ചെന്നിട്ട് പറഞ്ഞു, ഒരു വലിയ അഗ്നി, അതിനെ ബഡവാഗ്നി എന്ന് പറയും. ആ ബഡവാനലൻ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ആ ഭൂമിയും സ്വർഗവും പാതാളവും എല്ലാം കീഴടക്കി. ഗംഗേ, നീ ചെന്ന് അവനെ ശാന്തനാക്കണം. അപ്പൊ ഗംഗ പറഞ്ഞു, എനിക്കിപ്പോൾ സാധ്യമല്ല. അത് കഴിഞ്ഞ് നർമ്മദയുടെ അടുക്കൽ ചെന്നു. നർമ്മദാ നദിയുടെ അടുത്ത് പറഞ്ഞു, നീ ഭൂമിയിൽ പോകണം. അപ്പൊ നർമ്മദ പറഞ്ഞു, ഭൂമിയിലേക്ക് ഒരു കാര്യത്തിനും ഞാൻ പോകത്തില്ല. ഭൂമിയിൽ ചെന്നാൽ ഞാൻ വീണ്ടും ഓരോ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും. ബ്രഹ്മാവ് നിരാശനായി യമുനയുടെ അടുക്കൽ ചെന്നു. യമുന പറഞ്ഞു, ഇപ്പോൾ തന്നെ ഞാൻ വറ്റി വരണ്ടു പോയി. ഇനി ആ ബഡവാഗ്നിയും കൂടെ തട്ടിപ്പോയാൽ ഞാൻ നിശേഷം വരണ്ടു പോകും. അതിനുശേഷം സരസ്വതി നദിയുടെ അടുത്ത് ചെന്നു. അപ്പൊ സരസ്വതി പറഞ്ഞു, ഇപ്പൊ തന്നെ ഈ ബ്രഹ്മലോകം മുഴുവനും കറങ്ങി ഞാൻ ഒഴുകുകയാണ്. ഇനി എനിക്ക് ഭൂമിയിലേക്ക് പോകാൻ വയ്യ. ഒടുവിൽ എന്ത് ചെയ്തു? എന്നെ സമീപിച്ചപ്പോൾ ഞാൻ സന്തോഷത്തോടെ ആ ദൗത്യം ഏറ്റെടുത്തു. ഞാൻ ഗംഗയെ സമീപിച്ചു. അങ്ങനെ ഞാനും ഗംഗയും നർമ്മദയും യമുനയും ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് എവിടേക്ക് വന്നു? ഭൂമിയിലേക്ക് വന്നു. ബഡവാഗ്നി ശമിച്ചു. ബഡവാഗ്നി ഇല്ലാതായി. ബ്രഹ്മാവിനും ദൈവങ്ങൾക്കും സന്തോഷമായി. ജയദേവൻ കണ്ണിന്റെ ഇമ ചുമ്മാതെ ഇങ്ങനെ കേൾക്കുകയാണ്. ഈ സമയത്ത് പ്രാചി ജയദേവന്റെ കൈ തന്റെ കൈകളിലെടുത്തു. കൈകളൊന്ന് തടവിയിട്ട് പറഞ്ഞു, ജയദേവ,
ഞാൻ ഭൂമിയിലേക്ക് വന്നത് എന്തൊരു ഭാഗ്യമായി, അതുകൊണ്ടല്ലേ നിന്നെ കണ്ടത്. ജയദേവൻ പ്രാചിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ഇതൊക്കെ സത്യമാണോ മിഥ്യയാണോ എന്നറിയാതെ. എന്നിട്ട് പറഞ്ഞു, ബ്രഹ്മാവും ദൈവങ്ങളും സന്തുഷ്ടരമായി. അപ്പൊ അവര് പറഞ്ഞു, നോക്കൂ, ഇന്ന് മുതൽ നീ പ്രാചി എന്നറിയപ്പെടും. പ്രാചി എന്ന് പറഞ്ഞാൽ കിഴക്ക് ദിക്കാണ്. അതായത് പ്രപഞ്ചം മുഴുവൻ പ്രകാശം പകരുന്നവൾ, ഈ പ്രപഞ്ചത്തിന് മുഴുവനും പുണ്യം പകരുന്നവൾ എന്ന അർത്ഥത്തിൽ ഈ പ്രാചി എന്നറിയപ്പെടും. ഈ ലോകത്തെ ഏറ്റവും ശുദ്ധമായ നദി നീ ആയിരിക്കും. ഋഷിമാർ നിന്റെ തീരത്ത് ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും പണിയും. ഈ പവിത്ര ജലത്തിൽ മുങ്ങിയാലും കൊടും പാപി മുങ്ങിയാലും അവൻ പരിശുദ്ധനായി മാറും. പിതൃക്കള് മോക്ഷം പ്രാപിക്കും. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശുദ്ധമായ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രാച്ചിയായിരിക്കും. ജയദേവൻ ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ്. ദൈവമേ, ഞാനിത് എന്തൊരു പ്രണയകഥയിലാണ് അകപ്പെട്ടത്, ഞാനിത് എന്തൊരു പ്രണയകഥയിലാണ്. ഞാൻ പ്രണയിക്കുന്ന പെണ്ണ് ആരാണ്? മനുഷ്യ സ്ത്രീയല്ല, നദിയുടെ ദേവത, അപ്സരസ്. ലോകത്താർക്കും ലഭിക്കാത്ത ഭാഗ്യം, ഏതോ ദൗത്യം എന്നിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ പ്രാച്ചി ജയദേവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അതിനുശേഷം ജയദേവന്റെ മുഖം തൻ്റെ കൈകളിൽ കോരിയെടുത്ത് തൻ്റെ നെറ്റി കൊണ്ടുവന്ന് ജയദേവന്റെ നെറ്റിയിൽ അങ്ങനെ മുട്ടിച്ചു. ആ സമയത്ത് ജയദേവന്റെ ചുണ്ടുകളും പ്രാച്ചിയുടെ ചുണ്ടുകളും ഒന്നിച്ചായിരുന്നു. രണ്ട് ചുണ്ടുകൾ തമ്മിൽ ഇങ്ങനെ ഉരസി. എന്നിട്ട് പ്രാച്ചി പറഞ്ഞു, ജയദേവാ. അതിനുശേഷം ബ്രഹ്മദേവൻ എനിക്കൊരു വരം തന്നു. അപ്പൊ ജയദേവൻ ചോദിച്ചു, എന്താണ് ആ വരം? അപ്പോൾ പറഞ്ഞു, ചേർന്നിരിക്കൂ. നിന്നെ ചേർത്ത് വച്ചിട്ട് വേണം എനിക്കത് പറയാൻ. ജയദേവനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു പ്രാച്ചി, തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. ജയദേവൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ ചേർന്നിരുന്നു. അതേ, ആ വരം, ആ ദിവ്യമായ വരം പറയുകയാണ് പ്രാചി പറയാൻ പോവുകയാണ്. അതേ, ചുണ്ടും ചേർന്നിരിക്കുകയാണ്, കണ്ണുകളും ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്, നെറ്റിയും ചേർന്നിരിക്കുകയാണ്. പ്രപഞ്ചം ആ രഹസ്യത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അസാമാന്യമായ ആ രഹസ്യം ജയദേവനോട് പറയാനുള്ള ശുഭമുഹൂർത്തമായി അസാമാന്യമായ, നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, പ്രപഞ്ചത്തിൽ ആരും അനുഭവിച്ചിട്ടില്ലാത്ത അസാധാരണമായ ജയദേവന്റെ കഥ, ജയദേവന്റെ പ്രണയകഥ. അതേ, ആ വരം എന്താണ്? സർവഗ്രഹങ്ങളും ശുഭമായ സ്ഥിതിയിൽ അണിനിരന്നു കഴിഞ്ഞു. അത് പറയാൻ പോവുകയാണ്. കാത്തിരിക്കൂ. അടുത്ത വ്യാഴാഴ്ച എന്റെ രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും ജയദേവ കവിയും അനുഗ്രഹിച്ചാൽ ഞാൻ വരും. പ്രാച്ചിയും എന്നെ അനുഗ്രഹിക്കും വരാനായിട്ട്. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.